ഡോക്ടർ ജിൻഡോ ജോൺ, താങ്കൾ ഈ സമയത്ത് മത്സരരംഗത്തുണ്ടായിരുന്നല്ലോ. 25,000 രൂപ വരെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കാൻ അനുവദിക്കപ്പെട്ട തുക. ഈ തുക പ്രചരണത്തിന് മതിയായതാണോ? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. നമ്മൾ ഈ പറയുന്ന ഒരു അവസ്ഥയിൽ ചെലവ് ഒതുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ച ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തോൽവിക്ക് ഒരു കാരണം എന്റെ കയ്യിൽ വലിയ പണം ചെലവഴിക്കാൻ ഇല്ലാത്തതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പണം ചെലവഴിച്ചും തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് ഈ നാട്ടില് ആളുകൾക്ക് എല്ലാവർക്കും നേരിട്ട് അറിയാം. ഇപ്പൊ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടാണ്, യാഥാർത്ഥ്യം അതാണെങ്കിൽ പോലും. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇനി താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്കുന്ന ഓണറേറിയം 8,000 രൂപയാണ്. ഒരു മാസം പെട്രോൾ അടിക്കാൻ പോലും തികയില്ല. അപ്പൊ അവരുടെ ശമ്പളം ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഞാൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്നു. ഈ പ്രാവശ്യം 1.5 ലക്ഷം രൂപയാണ് നമ്മുടെ ഒരു ചെലവ് വരാൻ പാടുള്ളൂ എന്ന് പറയും. വലിയ പ്രയാസം ആ ചെലവിൽ ആ തുകയ്ക്കകത്ത് നിന്ന് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്. 51 വാർഡുള്ള ഒരു ഡിവിഷനാണ്. ഈ 51 വാർഡിൽ ഒരു 3 റൗണ്ട് യാത്ര ചെയ്യണമെങ്കിൽ തന്നെ എത്രായിരം രൂപയുടെ കൂലി വരും. അപ്പോ ഇതൊരു യാഥാർത്ഥ്യ ബോധവുമായിട്ട് നമ്മുടെ നാട്ടിലെ വിലക്കയറ്റ തോതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നിട്ടുള്ള ഒരു കണക്ക് അല്ല ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.